ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾ കിനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം, കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനൽ വരെ എത്തിയ കേരള ടീമിലെ താരങ്ങൾ ആരും സർക്കാർ ജോലിക്കായി അപേക്ഷ നൽകിയിട്ടില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിയമസഭയിൽ പറഞ്ഞു. രഞ്ജി ടീമിലെ താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രിയുടെ വിശദീകരണം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ആദ്യമായി രഞ്ജി ട്രോഫിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളം കളിക്കുന്നത്. അത് തന്നെ വലിയൊരു അംഗീകാരമാണ് സർ. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് അടക്കമുള്ള കായിക ഇനങ്ങളിൽ ഇന്നേ വരെ ആരും നമുക്ക് കേരളത്തിൽ അപേക്ഷ നൽകിയിട്ടില്ല. അതേസമയം കായിക സംഘടനകൾക്കെതിരെ മന്ത്രി നിയമസഭയിലും വിമർശനം തുടർന്നു. കേരള ഒളിമ്പിക്സ് അസോസിയേഷനും ഹോക്കി അസോസിയേഷനുമെതിരെയാണ് മന്ത്രി നിയമസഭയിൽ സംസാരിച്ചത്. സർക്കാരിനെതിരെയുള്ള സംഘടനകളുടെ സമരവും സർക്കാർ ചെലവിലാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഒളിമ്പിക്സ് അസോസിയേഷൻ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ ഗ്രാന്റ് സംബന്ധിച്ച് വരവ് ചെലവ് കണക്കിൽ സർക്കാരിനെതിരെയുള്ള സമരത്തിന്റെ ചെലവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഹോക്കി അസോസിയേഷൻ ഇതുവരെ ബജറ്റ് വിഹിതമായി 56 ലക്ഷം രൂപയും സ്പോർട്സ് കൗൺസിലിന്റെ ഗ്രാന്റായി 23 ലക്ഷവും കൈപ്പറ്റി. എന്നാൽ കേരള ഹോക്കി ടീം നിരവധി വർഷമായി ദേശീയ യോഗ്യത പോലും നേടിയിട്ടില്ല. ദേശീയ ഗെയിംസിലെ കേരള ടീമിന്റെ മോശം പ്രകടനവുമായി ബന്ധപ്പെട്ട മറുപടിയിലാണ് മന്ത്രി കായിക സംഘടനകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. മികച്ച ചില താരങ്ങൾ പരിക്ക് കാരണം ദേശീയ ഗെയിംസിൽ പങ്കെടുത്തില്ല. കളരിപ്പയറ്റ് പ്രദർശന ഇനമായി മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ഇതോടെ 19 സ്വർണം അതുവഴി നഷ്ടപ്പെട്ടു. 17 ഇനങ്ങളിൽ മെഡൽ നേടിയെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.